ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിരുന്നു. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർഥക് PDSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950ലെ ജനപ്രാതിനിധ്യ നിയമത്തിനും 1960ലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തു നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാഫലം നെഗറ്റീവായതായും മന്ത്രാലയം അറിയിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമാണ് ബലിപെരുന്നാളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വേനൽ മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കൃഷിമന്ത്രി T. സിദ്ദിഖ് സന്ദർശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൌജന്യമായി റീപ്ലാന്റ് ചെയ്ത് നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. കൂടാതെ പാക്കേജിനു തുല്യമായി മെച്ചപ്പെട്ട സഹായം ദുരിതബാധിതരായ കർഷകർക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി തദ്ദേശ സ്വയംഭരണം, കൃഷി, ഇതര വകുപ്പുകൾ എന്നിവയുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 13ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയ് 29ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1801178000 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.